ഹായ് ഡിയേഴ്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. ഇന്നത്തെ വ്ളോഗ് ഒരു ട്രാവൽ വ്ളോഗാണ്. ചെന്നൈയിലെ ഒരു ട്രഡീഷണൽ കേരള സ്റ്റൈലിലുള്ളൊരു റിസോർട്ടിലേക്കാണ് ഇന്ന് നമ്മൾ പോകുന്നത്. ഗ്രീൻ മെഡോസ്, അതായത് ഇതിൻ്റെ എക്സാക്ട് ലൊക്കേഷൻ ECR റോട്ടിലാണ്. പാലവക്കം എന്നൊരു സ്ഥലത്താണ്. ഇവിടെ ഫേമസ് ആയിട്ടുള്ളൊരു പാലവക്കം ബീച്ചുണ്ട്. അവിടെ നിന്നൊരു 300 മീറ്റേഴ്സ് മാറിയാണ് ഈ റിസോർട്ടിലായി ചെയ്യുന്നത്. അപ്പം അങ്ങോട്ടേക്കുള്ള യാത്രയും അതിൻ്റെ കുറച്ച് വിശേഷങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ. സോ വെൽക്കം ഓൾ ടു അവർ വീഡിയോ. നമ്മൾ നിൽക്കുന്നത് പോരൂരാണ്, DLF സൈബർ സിറ്റിയുടെ അടുത്താണ്. അപ്പോൾ അവിടെ നിന്ന് ഈ റിസോർട്ടിലേക്ക് എക്സാക്ട്ലി ഒരു 1 hour ജേണി ഉണ്ട്. ഒരു 19.5 കിലോമീറ്റർ ജേണി. നമ്മൾ 2 വീലറിനാണ് പോകുന്നത്. നമ്മൾ ഏകദേശം റിസോർട്ട് എത്താറായി. നല്ല കരിഞ്ഞ വെയിലായിരുന്നു കേട്ടോ. ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തത് ഒരു കറക്റ്റ് 12 മണിക്കായിരുന്നു കൊണ്ട് തന്നെ ഭയങ്കര വെയിലായിരുന്നു. റിസോർട്ട് എത്തിയപ്പോഴേക്കും ആകെ ടയേർഡായിരുന്നു. പമ്മോസും ഞാനും നല്ല ടയേർഡായിരുന്നു, നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. റിലാക്സിങ് ആയിട്ടുള്ളൊരു പ്ലേസാണ്, നല്ല റിവ്യൂസൊക്കെ ഉള്ളൊരു പ്ലേസ് ആയിരുന്നു. അപ്പം ഞങ്ങൾ എത്രയും പെട്ടെന്ന് റൂമിലെത്താനും പിന്നെ മെയിനുള്ള അട്രാക്ഷൻ സ്വിമ്മിംഗ് പൂള്. അപ്പോൾ വൈകുന്നേരമൊക്കെ ആകുമ്പോൾ ഒന്ന് സ്വിമ്മിംഗ് പൂളിലൊക്കെ പോയി ഒന്ന് ചില്ലാകാനും വേണ്ടി ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു. അപ്പം അങ്ങനെ റിസപ്ഷൻ ഫോർമാലിറ്റീസ് ഒന്നും വലിയ കാര്യമായിട്ടുണ്ടായില്ല കേട്ടോ. പെട്ടെന്ന് തന്നെ റിസപ്ഷൻ്റെ ഫോർമാലിറ്റീസൊക്കെ കഴിഞ്ഞ് ഞങ്ങൾക്ക് റൂമിലെത്താൻ പറ്റി. ഇങ്ങനൊരു ബഗ്ഗി വാനിലാണ് കേട്ടോ നമ്മുടെ ലഗേജും നമ്മളെ റൂമിലോട്ട് എത്തിക്കുന്നത്. നടക്കാനുള്ള ഡിസ്റ്റൻസേ ഉള്ളൂ, പിന്നെ ലഗേജൊക്കെ ഉള്ളത് കൊണ്ട് ഇങ്ങനൊരു ബഗ്ഗി വാനിലാണ് നമ്മളെ റൂമിലോട്ട് എത്തിക്കുന്നത്. പോകുന്ന വഴി നമുക്ക് എൻ്റയർ റിസോർട്ടിലുള്ള കാഴ്ചകളൊക്കെ കാണാൻ പറ്റും. നമ്മുടെ ഒരു ഇൻ ഹൗസ് റെസ്റ്റോറൻറ്റ് ഉണ്ട്, ബേറൂട്ട് എന്ന് പറഞ്ഞിട്ടൊരു ഫേമസ് ആയിട്ടുള്ള റെസ്റ്റോറൻറ്റാണ്. കുറേ സിഗ്നേച്ചർ ഡിഷസൊക്കെ, ഇവരുടേതായിട്ട് കുറേ സിഗ്നേച്ചർ ഡിഷസൊക്കെ ഉണ്ട് ഈ ബേറൂട്ടിന്. അപ്പോൾ അതാണ് നമ്മുടെ ഇൻ ഹൗസ് റിസോർട്ടിൻ്റെ റെസ്റ്റോറൻറ്റ്. പിന്നെ പോകുന്ന വഴിക്ക് സ്വിമ്മിംഗ് പൂളും എല്ലാം കാണാം. ഇന്ന് എന്തോ ഒരു ഇവൻറ്റ് ഇവിടെ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഡെക്കറേഷനൊക്കെ സ്റ്റാർട്ട് ചെയ്യുമായിരുന്നു. ഈ ഒരു പ്ലേസ് മെയിനായിട്ട് റൂംസ് റിസോർട്ടാണ്, പ്ലസ് മെയിനായിട്ട് കുറേ ഇവൻറ്റ്സ് നടത്താൻ പറ്റിയൊരു സ്ഥലമാണ്. ഇവർക്ക് ഇവരുടേതായിട്ട് കുറേ ഹോൾസും ലോൺസ് അതേപോലെ മണ്ഡപങ്ങളൊക്കെ ഇവർക്കുണ്ട്. നമ്മൾ റൂം എത്തിയിട്ടോ. റൂമിലോട്ടുള്ള കാഴ്ചകളൊക്കെ അടിപൊളിയാണ്. ഫുൾ തുളസിയാട്ടോ, എല്ലായിടും ഇവർ തുളസി നട്ടുവെച്ചിട്ടുണ്ട്. പിന്നെ നാരങ്ങ അതേപോലെ ചെറിയ ഓറഞ്ചിൻ്റെ മരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കണ്ടോ, ഒരു നല്ലൊരു ട്രഡീഷണൽ പഴമ തുളുമ്പുന്ന ഒരു കേരളീയ വീട്, ടിപ്പിക്കലായിട്ടൊരു കേരളീയ വീട്. എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. റിസോർട്ടിൻ്റെ ഉള്ളിൽ ബേസിക് അമ്യൂണിറ്റീസ് മാത്രമേ ഉള്ളൂ. കാരണം ഞങ്ങൾ എടുത്തത് ഏറ്റവും റേറ്റ് കുറഞ്ഞ ടൈപ്പ് റൂമാണ്. ഇവർക്ക് 4 types റൂം അവൈലബിൾ ആട്ടോ. നമ്മളതിലെടുത്തത് ഏറ്റവും ലോവസ്റ്റ് റേറ്റുള്ള ബുട്ടീക്ക് റൂമാണ്. അതല്ലാതെ ഇവർക്ക് സുപ്പീരിയർ, ഡീലക്സ്, അങ്ങനെ ലക്ഷറി, ഹെറിറ്റേജ്, അങ്ങനെ 4 വെറൈറ്റി റൂംസ് ഇവർക്കുണ്ട്. റിസോർട്ടിൽ കയറിയിട്ട് കാഴ്ച കാണാൻ ഇറങ്ങി. നല്ല രസമായിരുന്നു. ഞാൻ പറഞ്ഞ പോലെ കണ്ടോ, ഇങ്ങനെ കുറേ റിലാക്സ് ചെയ്യാൻ, ഓടി നടക്കാനായിട്ടുള്ള ലോൺസ് ഇവർ കീപ്പ് ചെയ്തിട്ടുണ്ട്. എല്ലാം വെൽ മെയിൻറ്റെയിൻഡ് ആണ്. ഇത് പോണ വഴിക്ക് ഞാൻ കണ്ടൊരു അടിപൊളി നാലുകെട്ടാട്ടോ. ഇവിടെയും റൂമാണേ. നാലുകെട്ടിൻ്റെ ഉള്ളിൽ എനിക്ക് തോന്നുന്നു ഒരു 4-5 റൂംസ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അവർ. എനിക്കത് ഭയങ്കര ഇഷ്ടമായി. ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ 4 കെട്ട് ഈ ടൈപ്പിൽ പണിതൊരു വീട്ടിൽ കയറുന്നത്. ഒന്ന് സൂക്ഷിച്ച് സ്റ്റെപ്പ് കയറുവാണേ. കണ്ടോ, ഈ കാണുന്ന ഡോറെല്ലാം ഓരോ റൂംസാണ്. അവിടെ ഫാമിലീസ് ഓൾറെഡി ഉണ്ടായിരുന്നു.
വെയിലാറിയിട്ടുണ്ടായില്ല. വെയിലാറിയിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ച് അമ്മൂസനെ കൊണ്ട് പിന്നെ റൂമിലോട്ട് പോയി. പമ്മൂസിനെ എങ്ങനെയൊക്കെയോ പൂളിലൊന്ന് ഇറക്കി കേട്ടോ. ആൾക്ക് നല്ല പേടിയായിരുന്നു വെള്ളത്തിലോട്ട് ഇറങ്ങാനായിട്ട്. പിന്നെ എങ്ങനെയൊക്കെയോ പറഞ്ഞ് പൂളിൽ ജസ്റ്റ് കുറച്ച് നേരം ആളൊന്ന് സ്പെൻഡ് ചെയ്തു. ഇതാ ഞാൻ പറഞ്ഞ കുട്ടി കുട്ടി ഓറഞ്ചുള്ള മരങ്ങൾ നല്ല രസമായിരുന്നു കേട്ടോ. ഇങ്ങനെ കുറേ ഓറഞ്ചും നാരങ്ങ മെയിനായിട്ട് എല്ലായിടും ഇവർ നട്ടുവെച്ചിട്ടുണ്ട്. പിന്നെ ഫുൾ തുളസി. ഈ കാണുന്നത് ഇവിടെ നടക്കുന്ന ഫാമിലി ഗെറ്റ് ടുഗദറിൻ്റെ ഇവൻറ്റിൻ്റെ ഭാഗമായിട്ട് വെച്ചിരിക്കുന്ന കേട്ടോ. ഇതാട്ടോ ഇവരുടെ ഇൻ ഹൗസ് റെസ്റ്റോറൻറ്റ് ബെയ്റൂട്ട് എന്ന് പറഞ്ഞിട്ട്. ഇത് ഇവരുടെ തന്നെ റെസ്റ്റോറൻറ്റ് ആണെങ്കിലും ഇത് പുറത്തുള്ളവർക്കും ഓപ്പൺ ആട്ടോ, ലൈക്ക് എനി അതർ റെസ്റ്റോറൻറ്റ്. ഈ പുറത്ത് അറേഞ്ച് ചെയ്തിരിക്കുന്ന ചെയേഴ്സും റെസ്റ്റോറൻറ്റ് ചെയേഴ്സ് തന്നെയാണ് കേട്ടോ. അവിടെ നിന്ന് നമുക്ക് കഴിക്കാം. ഞങ്ങളൊന്ന് വെയിലാറിയിട്ട് ബീച്ചിലേക്ക് പോകാമെന്ന് പറഞ്ഞിങ്ങനെ വെയിറ്റ് ആക്കുവാണ്. നല്ല വെയിലായിരുന്നു. അപ്പോൾ അതൊന്ന് ഒരു 5:30 ഒക്കെ കഴിഞ്ഞിട്ടൊന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ച് ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്യുവാണ്. ജസ്റ്റ് നടക്കാനുള്ള ദൂരമേ ഉള്ളൂ ബീച്ചിലോട്ട്. ഞങ്ങളങ്ങനെ ബീച്ചിലോട്ട് ഇറങ്ങി കേട്ടോ. അപ്പോഴും വെയിലൊന്നും മാറിയിട്ടില്ല. സമയം ഒരു 6 മണിയൊക്കെ ആയി. പക്ഷേ സ്റ്റിൽ നല്ല വെയിലുണ്ടായിരുന്നു. കണ്ടോ, ഈ ഒരു വോക്കബിൾ ഡിസ്റ്റൻസേ ഉള്ളൂ. സ്കൂട്ടർ ഉള്ളതുകൊണ്ട് ഞങ്ങൾ ജസ്റ്റ് കടകളും കൂടി ഒന്ന് നോക്കാം. കാരണം പമ്മൂസിന് കുറച്ച് ഫ്രൂട്ട്സ് മേടിക്കണമായിരുന്നു. അപ്പോൾ കടയൊക്കെ നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ സ്കൂട്ടറിന് പോയത്. സൺസെറ്റ് ടൈം നല്ല രസമുണ്ടായിരുന്നേ. ക്ലൗഡൊക്കെ ഭയങ്കര ഓറഞ്ച് കളറായിട്ട്. ഈ കാണുന്നതൊക്കെ ഇങ്ങനെ നിരനിരയായിട്ട് ബജി സ്റ്റോൾസും ഒക്കെയാണേ. ഒന്നും ആക്റ്റീവായി തുടങ്ങിയിട്ടുണ്ടായില്ല. ഇങ്ങനെ ബീച്ചിൻ്റെ തൊട്ടടുത്ത് തന്നെ ഇങ്ങനെ ഒരു വലിയ പറമ്പാണേ. പിള്ളേരൊക്കെ കളിക്കുന്നുണ്ടായിരുന്നു അവിടെ. ഞങ്ങൾ കുറേ നേരം ഇങ്ങനെ അവിടെ ഇരുന്നു കേട്ടോ, കടൽ കാണാനായിട്ട്. കുറച്ചും കൂടി നീറ്റായിട്ടുള്ളൊരു ബീച്ചായിട്ട് എനിക്ക് തോന്നി കമ്പയർഡ് ടു ആകെ ഞാൻ പോയത് ചെന്നൈയിൽ ബസന്ത് നഗറും മറീന ബീച്ചുമാണ്. പക്ഷെ പോയ 2 സ്ഥലത്തും ഇങ്ങനെ ബീച്ച് ഇത്ര അടുത്ത് കാണാൻ പറ്റിയിട്ടില്ല. അതായത് കുറേ നേരം അങ്ങ് ഇരുന്ന് കാണാൻ അത്ര വൃത്തിയൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷേ ഇവിടെ നല്ല വൃത്തിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ബീച്ച് കുറച്ചും കൂടി അടുത്തിരുന്ന് കാണാൻ പറ്റുമായിരുന്നു. തിരിച്ചെത്തിയപ്പോഴേക്കും പമ്മു ഉറങ്ങി കേട്ടോ. റിസോർട്ടിലൊക്കെ ലൈറ്റിംഗ് ഒക്കെ ചെയ്ത് നല്ല രസമുണ്ടായിരുന്നു കാണാൻ. നല്ലൊരു വൈബായിരുന്നു. മോർണിംഗ് കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റ് അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള
ഫുഡ് തന്നെയായിരുന്നു. ഇഡ്ഡലി, ദോശ, ബട്ടൂര, ആലു പൊറോട്ട അതൊക്കെയായിരുന്നു. 12 PM ആണ് ചെക്കൗട്ട് ചെയ്യേണ്ട ടൈം. പക്ഷെ ഞങ്ങൾ അതിന് മുന്നേ ചെക്കൗട്ട് ചെയ്തു കേട്ടോ. എനിവേ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ലൊരു മെമ്മറബിൾ ആയിട്ടുള്ള 2 days ആയിരുന്നു.